മോർച്ചറി കാശിലും തട്ടിപ്പ്, മോർച്ചറി കാശിലും തട്ടിപ്പ്, മോർച്ചറി കാശിലും തട്ടിപ്പ്. ഗുരുതരമാണ് 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 ഗുരുതരമാണ്. അഴിമതിയിൽ പ്രസിദ്ധിയാർജിച്ച കൊട്ടാരക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും അഴിമതി. മൃതദേഹത്തോട് പോലും അഴിമതി കാണിക്കുന്ന നിലയിലാണ് ഇപ്പോഴത്തെ പരാതി. ഒരു മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിന് 500 രൂപയാണ് ഈടാക്കുന്നത്. അതിൽ പോലും ക്രമക്കേടുകൾ കാണിക്കുന്നതായിട്ടാണ് നിലവിലെ പരാതികൾ. ഡോക്ടർമാരുടെയും ഹോസ്പിറ്റൽ ജീവനക്കാരുടെയും അനാസ്ഥ മൂലം മരണങ്ങൾ നടക്കുന്നതായി അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൃതദേഹങ്ങൾ കൊണ്ടുവയ്ക്കുന്നവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് രസീതാണ് നൽകുന്നത് എന്ന പരാതിയും നിലവിലുണ്ട്. ഇതിനെതിരെ BJPയുടെ ശക്തമായ പ്രതിഷേധ പ്രകടനം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്നു. അഴിമതിയാണ് 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 അഴിമതിയാണ്. ഹോസ്പിറ്റലിൽ അഴിമതിയാണ് ഹോസ്പിറ്റലിൽ അഴിമതിയാണ് ഹോസ്പിറ്റലിൽ അഴിമതിയാണ് ഹോസ്പിറ്റലിൽ അഴിമതിയാണ് ഹോസ്പിറ്റലിൽ അഴിമതിയാണ് ഹോസ്പിറ്റലിൽ അഴിമതിയാണ്. ഇവിടെ മൊത്തം അഴിമതിയാണ് ഇവിടെ മൊത്തം അഴിമതിയാണ്. ഉത്തരമുണ്ടോ ചെയർമാനെ? ഉത്തരമുണ്ടോ ചെയർമാനെ? അഴിമതിയാണ് 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 ഹോസ്പിറ്റലിൽ അഴിമതിയാണ് ഹോസ്പിറ്റലിൽ അഴിമതിയാണ്. ഇതിങ്ങനെ അടിയന്തരമായി പെട്ടെന്ന് ഒരു സൂചനാ സമരം, സൂചനാ പ്രതിഷേധം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൻ അഴിമതികളാണ് നടക്കുന്നത്. അത് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്കും രോഗികൾക്കും ഈ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടി അടിക്കടി നിരവധി പ്രതിഷേധങ്ങൾ ഓരോ വിഷയങ്ങളിലും ഇടപെട്ട് കൃത്യമായി പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചികിത്സാ പിഴവുകളും സംവിധാനമില്ലായ്മയും ഒക്കെ നിരവധി പ്രശ്നങ്ങൾ, നൂറുകണക്കിന് പ്രശ്നങ്ങളാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ BJP കൃത്യമായി കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നുണ്ട്, ആശുപത്രിയിൽ വ്യക്തമായ അഴിമതിയാണ് നടക്കുന്നത്. ഇവിടുത്തെ നഗരസഭാ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഈ ആശുപത്രി, ഈ നഗരസഭാ ഭരണകൂടം SR രമേശ് എന്ന് പറയുന്ന ചെയർമാൻ്റെ കീഴിലുള്ള ഈ നഗരസഭാ ഭരണകൂടം വ്യക്തമായ അഴിമതിയിലൂടെയാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. യാതൊരു സംശയവുമില്ല. നിരവധി കാര്യങ്ങൾ BJP പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഈ നഗരസഭയെ ഭരണകൂടം വിലക്കെടുക്കുവാൻ അവർ മുതിർന്നതല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ നിരവധി കാലങ്ങളാൽ അഴിമതി മൂടിവെക്കപ്പെട്ടെങ്കിലും ഇവിടുത്തെ തൊട്ട് കഴിഞ്ഞ ദിവസം ഒരു അഴിമതി പുറത്തു വരികയുണ്ട്. ഓഡിറ്റിങ്ങിൽ കണക്ക് നോക്കിയപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഈ അഴിമതിക്ക് പൂർണ്ണമായും നേതൃത്വം കൊടുത്തത്, ചുക്കാൻ പിടിച്ചിട്ടുള്ള നഗരസഭയുടെ ഭരണകൂടവും ഇവിടുത്തെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ ചെയർമാൻ അടക്കമുള്ള നഗരസഭയുടെ ഭരണകൂടമാണ് ആശുപത്രിയിലെ ഈ അഴിമതിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കൊല്ലം ജനറൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ആശുപത്രി, പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമായിട്ടുള്ള ആശുപത്രി, ആയിരക്കണക്കിന് ആൾക്കാർ ദിവസേന വന്നു പോകുന്ന, വരുന്ന എല്ലാവർക്കും അവരവരുടെ ചികിത്സ ലഭ്യമാകുന്നില്ല. കാരണം തിരക്ക് കാരണവും സംവിധാനമില്ലായ്മ കാരണം ഇവിടെ സ്റ്റാഫുകളില്ല, പല സെക്ഷനുകളിലും സ്റ്റാഫുകളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? HMCയിൽ പൈസയില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഇവിടെ സ്റ്റാഫിന് ലാബിൽ 2 സ്റ്റാഫുകളാണുള്ളത്. അപ്പോൾ 4 സ്റ്റാഫുകൾ ഇരിക്കേണ്ട സ്ഥലത്ത് 2 സ്റ്റാഫുകളൊപ്പം രാവിലെ വരുന്ന ജനങ്ങൾ, ഈ രോഗികൾ മരുന്ന് വാങ്ങിക്കാൻ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയൊക്കെ ക്യൂ നിൽക്കേണ്ട ഗതികേടാണ് ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുള്ളത്. ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് HMCയിൽ പൈസയില്ല, സ്റ്റാഫുകളെ വെക്കാൻ പൈസയില്ല. എങ്ങനെ പൈസ കിട്ടും? ഈ ആശുപത്രിയിൽ വരുമാനം, HMCക്കുള്ള വരുമാനം, OP ടിക്കറ്റിൻ്റെ വരുമാനം, മോർച്ചറി, ഒരു മൃതശരീരം അവിടെ സൂക്ഷിക്കുമ്പോൾ 500 രൂപയാണ് നൽകേണ്ടത്. ആ 500 രൂപ വരെ തട്ടിക്കുന്ന ക്രിമിനൽ സംഘങ്ങളാണ് ഈ ആശുപത്രി ഭരിക്കുന്നത്. അത് അവസാനിപ്പിക്കണം. BJP കഴിഞ്ഞ കുറേ നാളുകളായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ആശുപത്രി ഒന്നെങ്കിൽ നേരെയാക്കും, അല്ലെങ്കിൽ പൂട്ടിയിടണം. കഴിഞ്ഞ 2 മാസക്കാലം മുമ്പ് നിരവധി മരണങ്ങൾ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം, ഡോക്ടർമാരുടെ അറിവില്ലായ്മ കാരണം, ഡോക്ടർമാരുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ കാരണം, അനാസ്ഥയുടെ കാരണമായി ഇവിടുത്തെ ആശുപത്രി ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയൊക്കെ അനാസ്ഥയുടെ ഫലമായി മരണങ്ങൾ തുടർക്കഥയായ സംഭവമുണ്ട്. അന്നും BJP കൃത്യമായി പറഞ്ഞു, ആശുപത്രി ഒന്നെങ്കിൽ പൂട്ടിയിടണം, സാധാരണക്കാർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ ഈ ആശുപത്രി ഒന്നെങ്കിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പൂട്ടിയിടണമെന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ വലിയൊരു അഴിമതി കൃത്യമായി പരിശോധിച്ചപ്പോൾ 1.5 ലക്ഷം രൂപയുടെ അഴിമതിയാണ് കഴിഞ്ഞ 1 വർഷക്കാലമായി ഇവിടെ നടന്നിട്ടുള്ള മോർച്ചറി തട്ടിപ്പ്. അപ്പോൾ ഞങ്ങൾ വിശദമായി അന്വേഷിച്ചു അറിയാൻ സാധിച്ചത്, ഡ്യൂപ്ലിക്കേറ്റ് രസീത്, അതായത് ഒരു രസീത് എഴുതുമ്പോൾ അതേ നമ്പറിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് എന്താ പറയുക, ഇത് രസീത് അടിച്ചിട്ട് അതാണ് ഇവിടുത്തെ വരുന്ന രോഗികളുടെ അല്ലെങ്കിൽ മൃതശരീരം വെക്കുന്ന
കൂട്ടിരിപ്പുകാർക്ക് കൊടുക്കുന്ന ആ രസീത് അത് പൂർണ്ണമായി അഴിമതി. അത് ഇവിടുത്തെ ആശുപത്രി സൂപ്രണ്ടിന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. സൂപ്രണ്ടിനോട് ഞങ്ങൾ ആരാഞ്ഞപ്പോൾ, ഫോണിൽ കൂടെ ബന്ധപ്പെട്ടപ്പോൾ അവരതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ള അറിവ്. ഞങ്ങൾ ഈ പ്രതിഷേധം കഴിഞ്ഞാൽ ഉടൻ തന്നെ സൂപ്രണ്ടിനെ കാണും, യാതൊരു സംശയവുമില്ല. കൃത്യമായ നടപടി. നമുക്കറിയാം ഈ മോർച്ചറിയുടെ ഇൻചാർജ്, മോർച്ചറിയുടെ ഇതിൻ്റെ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സ്റ്റാഫുകൾ CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ ഏത് സമയം CPM-ന്റെയും DYFI-യുടെ സഖാക്കന്മാർക്ക് ഇവിടെ സ്വൈര്യവിഹാരം തോന്നിയതുപോലെ കാണിക്കുവാൻ എന്താ പറയുക, അർമാദിക്കുകയാണ് ഈ ആശുപത്രിയിൽ. അവരുടെ സ്വൈര്യവിഹാര സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാക്കി ഈ CPM നേതൃത്വം മാറ്റിയിരിക്കുകയാണ് ഈ DYFI-യുടെ പ്രവർത്തകന്മാർ. അതിലെ ഒരാളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവർ, DYFI-യുടെ നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ അഴിമതി കാണിച്ച ഈ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെ ഒതുക്കി തീർക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ ഇവിടെ HMC യോഗമുണ്ട്, HMC കമ്മിറ്റിയുണ്ട്. ഇവിടെ ഒരു പ്രഹസനം മാത്രമാണ്. BJP-യുടെ പ്രതിനിധിയുണ്ട് സുരേഷ് അമ്പലപ്പുറം, അദ്ദേഹം മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ BJP-യുടെ പ്രതിനിധി കൃത്യമായി ഇവിടുത്തെ ഓരോ അഴിമതിയും ചൂണ്ടിക്കാണി, പാർട്ടി ഓഫീസിൽ ചർച്ച പ്രകാരം ഇവിടുത്തെ ഓരോ അഴിമതി എഴുതി ചൂണ്ടിക്കാണിച്ച് സുരേഷ് അമ്പലപ്പുറം സംസാരിക്കും. പക്ഷേ അതിനൊന്നും ഇട കൊടുക്കാതെ ഈ LDF-ന്റെ ഘടക പരസ്പരം തമ്മിൽ തല്ലുന്ന നാടകം സൃഷ്ടിച്ചുകൊണ്ട് HMC യോഗം കുറേ ബഹളം വെച്ചിട്ട് അങ്ങോട്ടുകൂടി ഈ യോഗം അവസാനിപ്പിക്കും. ഇതാണ് ഒരു നാടകീയമായ രംഗങ്ങളാണ് HMC യോഗത്തിൽ ഇവിടെ നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മന്ത്രി വരും, രണ്ട് നല്ല വാക്ക് പറയും, പോകും എന്നല്ലാതെ ഒരു ഗുണവും ഈ ആശുപത്രിക്ക് ഉള്ളതല്ല. കാരണം ഇവിടെ നിൽക്കുന്ന രോഗികളോട് ചോദിച്ചാൽ അറിയാം, ഡോക്ടർമാർ എപ്പോൾ വരും, അവരുടെ ചികിത്സാ സംവിധാനങ്ങൾ, ഇവിടെ ഒരു അടിസ്ഥാന സംവിധാനങ്ങൾ നമുക്കില്ല, പല ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർമാരില്ല. അപ്പോൾ അത്രത്തോളം വലിയൊരു അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ മോർച്ചറിയിൽ വലിയ തട്ടിപ്പ്, അത് ഈ ഒരു വർഷത്തെ തട്ടിപ്പാണ് ഈ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ വർഷങ്ങളായി, ഏകദേശം ഒരു 10-12 വർഷങ്ങളായി ഈ അഴിമതി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഒരു വർഷത്തെ കണക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാകും ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ സാമ്പത്തികം ഈ ആശുപത്രി എത്താത്തതിൻ്റെ ഫലം ആർക്കാണ് നഷ്ടം? ഈ തുക, ഈ മൃതശരീരം വെക്കുന്നതിന് കൊടുക്കാനുള്ള തുക എത്താതിരിക്കുമ്പോൾ അത് ഈ നാട്ടിലെ രോഗികളെയും ഈ നാട്ടിലെ സാധാരണക്കാരെയാണ് ബാധിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സംവിധാനങ്ങളും നടപ്പിലാക്കാത്തത് സാമ്പത്തികമില്ല എന്നുള്ള പേരിലാണ്. ഈ സാമ്പത്തികം ഇതുപോലെ തട്ടിപ്പുകാർ കൊണ്ടുപോവുകയാണ്, ഇവിടുത്തെ ഭരണാധികാരികൾ കൊണ്ടുപോവുകയാണ്. ഓരോരുത്തർ വീതം വെച്ച് ഇതിൻ്റെ ഇൻചാർജ് സജിന എന്ന് പറയുന്ന ഈ മോർച്ചറിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു നേഴ്സുണ്ട്, സൂപ്രണ്ട് തൊട്ട് താഴെയുള്ള ഒരു നേഴ്സ് സജിന എന്ന് പറയുന്നൊരു നേഴ്സുണ്ട്. അവർ ഇന്നാൾ വന്നപ്പോൾ അവർ വലിയ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് നമ്മളെ പീഡിപ്പിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ വലിയ അറിവും വിദ്യാഭ്യാസമുള്ള നല്ലൊരു നേഴ്സറായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ ഈ സജിന എന്ന് പറയുന്ന നേഴ്സാണ് ഈ മോർച്ചറിയുടെ കണക്ക് നോക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും ഈ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നതും അവരാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയൊരു അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഈ അഴിമതി കൃത്യമായ നടപടിയുണ്ട്. സാധാരണ രീതിയിൽ ഒരു ചെറിയ തട്ടിപ്പൊക്കെ ഉണ്ടായാൽ ഒരു താൽക്കാലികമായി ഒന്ന് പുറത്താക്കും, വീണ്ടും CPM-ന്റെ നേതൃത്വത്തിൻ്റെ സ്വാധീനത്താൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തിരിച്ചെടുക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ വലിയ അഴിമതികൾ കാണിച്ചുകൊണ്ട് പുറത്താക്കപ്പെട്ടിട്ട് 2 ആഴ്ചക്കകം തിരിച്ചെടുക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വലിയൊരു അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ വാഹന പാർക്കിംഗ് സൗകര്യത്തിൽ വാഹന പാർക്കിംഗ് പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇതിന് ടെൻഡർ വെക്കാറില്ല. ഇവിടെ ഒരു സ്റ്റാളുണ്ട്, ആ സ്റ്റാളിന് ടെൻഡർ വെക്കാറില്ല. അപ്പോൾ ഇതൊക്കെ തോന്നിയതുപോലാണ്. പാർട്ടി സ്വാധീനത്താൽ വ്യക്തിപരമായ ആൾക്കാർക്ക് ഒരു അറിയിപ്പ് പോലും കൊടുക്കാതെ ഒരാൾക്ക് മാത്രം നടത്തിയാൽ മതിയോ, ഒരാൾക്ക് മാത്രം ഇവിടെ പൈസ കൊയ്താൽ മതിയോ? അത് ആ ഒരു തട്ടിപ്പ് ഇവിടെ അവസാനിപ്പിക്കണം. ഇത് CPM-ന് എന്തുമാകാമെന്നുള്ള ധാരണ നടക്കത്തില്ല. SR രമേശ് എന്ന ചെയർമാനോട് പറയാനുള്ളത്, ആശുപത്രി നേരെയാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ശരിക്കും ഈ നാട്ടിലെ രോഗികളെ വലയ്ക്കുകയാണ്. ഈ തട്ടിപ്പ്, ലക്ഷക്കണക്കിന് തട്ടിപ്പ് നടക്കുമ്പോൾ ഈ സാധാരണക്കാർക്ക് ജനങ്ങൾ കിട്ടാനുള്ള അവകാശങ്ങളാണ്, ആനുകൂല്യങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ ഈ വാഹന പാർക്കിങ്ങിനുള്ള പൈസ ദിവസേന ക്ലോസ് ചെയ്യുന്നതിന് പകരം മാസം തോറുമാണ് ഇവർ ഈ പൈസ കയ്യിൽ വെച്ച് തോന്നിയതുപോലെ ചിലവാക്കിയിട്ട് മാസം അവസാനം 2 മാസം കൂടുമ്പോഴാണ് ഈ പൈസ ഇവർ ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അതിൽ OP ടിക്കറ്റ് അടിക്കുന്ന പൈസ ഇവർ അന്നു ക്ലോസ്. സാധാരണ ഒരു സ്ഥാപനമാണെങ്കിൽ, ഒരു സർക്കാർ സ്ഥാപനമായും സ്വകാര്യ സ്ഥാപനമായും ഇതുപോലുള്ള ക്യാഷുകൾ ദിവസേന വൈകുന്നേരം ക്ലോസ് ചെയ്തിട്ട് വേണം അവർ വീട്ടിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ. പക്ഷേ ഈ OP ടിക്കറ്റിൽ അടക്കമുള്ള പൈസ മാസങ്ങളോളം ദിവസങ്ങളോളം കയ്യിൽ വെച്ച ശേഷമാണ് ഇത് കൊടുക്കുന്നത്. എത്ര രൂപ കൊടുക്കുന്നു? വൻ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പിനെതിരെ BJP വലിയൊരു സമര പരമ്പരയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. വലിയ ബഹുജന പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കും. യാതൊരു സംശയവുമില്ല. ഈ തട്ടിപ്പ്, ഈ മോർച്ചറിയിലെ മൃതശരീരം സൂക്ഷിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന പൈസയിലും തട്ടിപ്പ് നടത്തിയ ഇതുപോലുള്ള രാഷ്ട്രീയ കാപാലികന്മാർ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന CPM നേതാക്കന്മാരും DYFI നേതാക്കന്മാർ സംരക്ഷിക്കുന്ന ഇതുപോലുള്ള ഈ രാക്ഷസന്മാരെ, ഈ കാട്ടാളന്മാർക്ക് ശക്തമായ നടപടി വേണം. നടപടി എടുത്തില്ലെങ്കിൽ
അത് ശക്തമായ നടപടിയല്ല. വെറുതെ ഒരു ജനങ്ങളെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ പറ്റിക്കുവാനുള്ള വെറും ഒരു പ്രഹസനമായിരിക്കത്തില്ല. അതുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിയമപരമായും സംഘടനാപരമായും ഇത് ഞങ്ങൾ ഈ ആശുപത്രിക്ക് വേണ്ടി ഞങ്ങൾ പോരാടുന്നതായിരിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ തട്ടിപ്പ് കാണിച്ച സമഗ്രമായ അന്വേഷണം, ഈ തട്ടിപ്പിൽ എത്ര ലക്ഷം രൂപയുടെ ഈ കാലാകാലങ്ങളെ വർഷങ്ങളെ എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സമഗ്രമായ അന്വേഷണം വേണം. അത് മാത്രമല്ല ആംബുലൻസിൻ്റെ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നിരവധി പരാതികൾ നമുക്ക് വന്നിട്ടുണ്ട്. ആംബുലൻസിൻ്റെ പൈസ ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് ആശുപത്രിയിൽ ഒരു 5-6 ആംബുലൻസ് ഉണ്ട് ആശുപത്രിയുടെ കീഴിൽ ഓടുന്നത്. അപ്പോൾ ഇതെല്ലാം ഓടുക, തോന്നിയതുപോലെ ഓടുക, ഈ സാമ്പത്തികം കയ്യിൽ സൂക്ഷിക്കുക, എന്നിട്ട് ഒരു മാസമൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ കണക്കുകൾ വെട്ടിക്കുറച്ച് എന്താ പറയുക, അതിൻ്റെ 3-1 4-1 പൈസയാണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ വൻ നഷ്ടമാണ്. ഈ ആശുപത്രിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണ്, ഈ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്, ശരിക്കും രോഗികളെ വലയ്ക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായ നടപടി വേണം, സമഗ്രമായ അന്വേഷണം. മോർച്ചറി തട്ടിപ്പിൽ ഈ വൻ തട്ടിപ്പുകാരെ അടിയന്തരമായി 24 മണിക്കൂറിനകത്ത് നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സൂപ്രണ്ടിനെ ഞങ്ങൾ കാണും. നടപടി എടുക്കത്തില്ല എന്നുള്ളതാണ് അവരുടെ നിലപാടെങ്കിൽ സൂപ്രണ്ടിനെ പുറത്തു വിടാത്ത തരത്തിൽ ഞങ്ങൾ ഉപരോധിക്കും. നഗരസഭാ ചെയർമാൻ്റെ വീട്ടിലേക്ക് ഈ എല്ലാത്തിനും ഇവിടുത്തെ കൊള്ളരുതായ്മകൾക്ക് എല്ലാം കൂട്ടുനിൽക്കുന്ന നഗരസഭാ ചെയർമാൻ സൂപ്രണ്ടുമായി ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ സൂപ്രണ്ട് പറയുന്നത് എല്ലാ കാര്യങ്ങളും HMCയുടെ കൺവീനറായിട്ടുള്ള നഗരസഭാ ചെയർമാൻ SR രമേശിനെ അറിയിക്കുന്നുണ്ട് എന്നാണ് കൃത്യമായി അവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് നഗരസഭയുടെ ഭാഗത്തുനിന്ന്. അതുപോലെ കഴിഞ്ഞ ഇവിടെ കലോത്സവം നടന്നു, കൊല്ലം ജില്ലാ കലോത്സവം നടന്നു. അവിടെ ഡോക്ടർമാരുടെ ടീം ഒരു ദിവസം പോയില്ല. എന്താണ് കാരണം? ഞങ്ങൾ ഈ കൗൺസിലർ അരുൺ കാടാങ്കോളം ഞങ്ങൾ ചെന്ന് കാര്യം തിരക്കി. അത് ആശുപത്രിയിൽ വണ്ടിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടർമാർ പോകാഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായി വണ്ടി വിട്ടുകൊടുക്കേണ്ട നഗരസഭയുടെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ ഒരു വണ്ടി നഗരസഭ വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ അവിടെ 2-3 കുട്ടികൾ കുഴഞ്ഞു വീഴേണ്ട സാഹചര്യമുണ്ടായി. ഒരു ദുരന്തമാണ് അവിടെ ഒഴിവായിട്ടുള്ളത്. അങ്ങനെ കൗൺസിലർ അരുൺ കാടാങ്കളത്തിന് ഇടപെടിയിൽ ഉടൻ തന്നെ ചെയർമാനായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായി വണ്ടി വിട്ടുകൊടുക്കണമെന്ന് അരുൺ കാടാങ്കൾ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി വണ്ടി വിട്ടുകൊടുക്കുകയും ഡോക്ടർമാർ പോയിട്ടുള്ളതാണ്. അപ്പോൾ അത്രത്തോളം വലിയ അനാസ്ഥയും അഴിമതിയും നടക്കുന്നത്. ഇത് വ്യക്തമായി സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ BJP ഇന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു തുടർ പരമ്പര സമരങ്ങളെ ഇത് ആശുപത്രിയെ നേരെയാക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭം, കൊട്ടാരക്കര കാണാത്ത തരത്തിലുള്ള പ്രക്ഷോഭം മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. ആർക്കും പറ്റാത്ത ഒരു രീതിയിലുള്ള കൊള്ള, ഈ ശവശരീരം സൂക്ഷിക്കുന്നതിനകത്ത് 500 രൂപ കിട്ടുന്നതിനകത്തു നിന്നുള്ളൊരു കൊള്ള നടത്തിയ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഖാദി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിന് വന്നു ചേർന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാ രീതിയിലുള്ള അഴിമതി, ഇവിടെ BJP എന്നുള്ള പ്രതിപക്ഷ പാർട്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ബന്ദനദാസ് കൊലക്കേസ് ഉൾപ്പെടെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്ന ഒരു ഹോസ്പിറ്റലാണ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ. ഈ OP ടിക്കറ്റ് ആയാലും ഈ ശരിയായ ചികിത്സ കൊടുക്കാതെ രോഗികൾ മരിച്ച സംഭവം വരെ അടുത്തിടെ ഉണ്ടായിട്ടുള്ള സംഭവമെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കുറേ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതല്ലാതെ ഭൗതികമായ ഒരു സാഹചര്യം ഇവിടെ ഉളവാക്കുന്നില്ല. എക്സ്റേ യൂണിറ്റ് ആയാലും ECG യൂണിറ്റ് ആയാലും 24 മണിക്കൂറും 360 ദിവസത്തിൽ 300 ദിവസവും കേടാണ്. അതെന്തുകൊണ്ട്? സ്വകാര്യ ലാബുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ജീവനക്കാർ ഒത്താശയോടുകൂടി ചെയ്യുന്ന പരിപാടിയാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഇവിടെ എക്സ്റേ ലാബില്ല, എക്സ്റേ ലാബ് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. കുറച്ച് നാൾ ഇല്ലായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയില്ല. എക്സ്റേ ലാബില്ല, ഒരു കാര്യങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ കൗൺസിലിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉന്നയിക്കുന്നത് BJP പാർലമെന്ററി പാർട്ടി നേതാവുള്ളവർ ഞാൻ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുമ്പോൾ പറയുന്നത് BJP ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഈ കൗൺസിൽ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി യഥാർത്ഥത്തിൽ ഈ ആശുപത്രിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെ തകർക്കാൻ ശ്രമിക്കുക എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ OP ടിക്കറ്റിലായാലും അനീഷ് പറഞ്ഞ പോലെ OP ടിക്കറ്റിലായാലും മോർച്ചറിയുടെ വിഭാഗത്തിലായാലും എല്ലാ വിഭാഗത്തിലും ഒരു വൻ തട്ടിപ്പാണ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയുടെ അണ്ടറിലുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഇതൊരു നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു സൂചനാ സമരം മാത്രമല്ല. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം അത് നടത്താൻ BJPക്ക് അറിയാം എന്ന് എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ബാക്കിയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അറിയാം. ഈ BJP പറഞ്ഞാൽ ആ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭ പരിപാടികളുമായിട്ട് BJP മുന്നോട്ട് പോകും. ഇതിന് ശക്തമായ ഒരു താക്കീതല്ല, ശക്തമായ ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും അതിനുള്ള നല്ലൊരു അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.